ചെറുക്കനെ വേണ്ടി മധുരം വെക്കട്ടെ. അടിപൊളിയാണല്ലോ. എൻ്റെ പുതിയ യാത്ര, അതായത് എൻ്റെ ആഫ്രിക്കൻ യാത്ര 6 മാസം ആയിട്ട് തുടങ്ങി. അതായത് UAE-യിൽ നിന്ന് തുടങ്ങി, ഇന്ത്യയിൽ നിന്ന് UAE പോയി, അവിടെ നിന്ന് പിന്നെ യൂറോപ്പിലോട്ട്, ഇസ്രായേൽ, പലസ്തീൻ, പിന്നെ യൂറോപ്പിലോട്ട് പോയി, പിന്നെ അവിടെ നിന്ന് ആഫ്രിക്കയിൽ നിന്ന് ദുബായ്, UAE നിന്ന് പിന്നെ സൗദിയിൽ നിന്ന് റഷ്യയിൽ നിന്ന് പിന്നെ ഖത്തറിൽ നിന്ന് അവസാനം ഞാൻ ഇന്ത്യയിലോട്ട് പോവാണ്. ഇപ്പോൾ ഇന്ത്യയിലോട്ട് പോകുന്നത് ഞാൻ മാംഗ്ലൂരാണ്. ബാംഗ്ലൂർ പോയിട്ട് ബാംഗ്ലൂരിൽ നിന്ന് വേറൊരു കണക്ഷൻ ഫ്ലൈറ്റ്, ഇന്ത്യയുടെ കണക്ഷൻ ഫ്ലൈറ്റ് എടുത്ത് മാംഗ്ലൂരാണ് പോകുന്നത്. ഇപ്പോൾ നിൽക്കുന്നത് ഞാൻ ഖത്തർ ഇൻ്റർനാഷണൽ എയർപോർട്ടായിട്ടുള്ള ഹമദ് ഇൻ്റർനാഷണൽ എയർപോർട്ടിലാണ്. ഇൻഡിഗോയിലാണ് കേട്ടോ ഞാൻ ടിക്കറ്റ് എടുത്തത്. പക്ഷെ അവർ നമ്മുടെ ഖത്തർ എയർലൈൻസുമായിട്ട് അലൈൻ ചെയ്തതുകൊണ്ട് ഖത്തർ എയർലൈനാണ് കേട്ടോ ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഞാനങ്ങനെ ഇനി വിമാനത്തിൻ്റെ ഉള്ളിലോട്ട് കയറുവാണ്. ഫൈനലി ഖത്തറിൻ്റെ എയർലൈനാണ്, ബട്ട് ഓപ്പറേറ്റഡ് ഫോർ ഇൻഡിഗോ എന്ന് ഇതിവിടെ നമുക്ക് എഴുതിയെന്നൊക്കെ കാണാം. ഞാൻ ബോർഡിംഗ് ഒക്കെ കഴിഞ്ഞ് ഫ്ലൈറ്റിൽ കയറിയിട്ടുണ്ട് കേട്ടോ. ആക്ച്വലി എനിക്ക് നമ്മുടെ ചെക്കിംഗ് കൗണ്ടറിലുള്ള പുള്ളി എനിക്കൊരു പ്രയോറിറ്റി സീറ്റ് ഫ്രണ്ടിൽ തന്നെ തന്നു. ഇനി ആക്ച്വലി ബാംഗ്ലൂർ പോയിട്ട് എനിക്ക് ബാഗ് വീണ്ടും എടുത്തിട്ട് വേണം കേട്ടോ. ബാഗേജ് കൗണ്ടറിൽ നിന്ന് ബാഗ് എടുത്തിട്ട് വീണ്ടും ചെക്കിൻ ചെയ്തിട്ട് വേണം അടുത്ത മാംഗ്ലൂർ ഫ്ലൈറ്റ് കയറാനായിട്ട്. ഫൈനലി ബാംഗ്ലൂർ എയർപോർട്ട് എത്തിയിട്ടുണ്ട്. രാവിലെ 4-5 മണിയായിട്ടുണ്ട്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇത്രയും നല്ലപോലെ ചുമച്ചില്ല കേട്ടോ. ഭയങ്കര ഫ്ലൈറ്റിൽ മുഴുവൻ കിടന്ന് ചുമയായിരുന്നു. പിന്നീട് ആദ്യത്തെ ഫ്രണ്ട് ഭാഗമായതുകൊണ്ട് കുഴപ്പമില്ലായിരുന്നു. അധികം ആളുകൾക്ക് വലിയ പ്രശ്നമായില്ല എന്ന് തോന്നുന്നു. ഓൾറെഡി ആളുകളെല്ലാം ഇറങ്ങാണ്ടിരിക്കുകയാണ്. ഇനി ഞാൻ നേരെ പോകുന്നത് എമിഗ്രേഷനിലോട്ടാണ്. അതായത് എൻ്റെ എപ്പോഴുമുള്ള എല്ലാമായിട്ടുള്ള പ്രശ്നമായിട്ടുള്ള എമിഗ്രേഷൻ. ഇവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ നോക്കട്ടെ. എൻ്റെ ബാഗേജ് കൗണ്ടറിലോട്ട് പോവാണ്. അവർ ബ്യൂറോ ഓഫ് എമിഗ്രേഷൻ, ഞാൻ എമിഗ്രേഷൻ കൗണ്ടറിൽ പോയപ്പോൾ ഇവർ ബ്യൂറോ ഓഫ് എമിഗ്രേഷൻ്റെ ആൾ, ഓക്കെ, ഞാൻ ഓൾറെഡി കൗണ്ടറിൽ നിന്നപ്പോൾ തന്നെ അവർ ഓൾറെഡി വന്നിട്ട് എന്നെ അവിടെ നിന്ന് കൊണ്ടുപോയി ഇവരുടെ ബ്യൂറോ ഓഫ് എമിഗ്രേഷൻ്റെ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ അവിടെ കൊണ്ടുപോയി നിർത്തി. എന്നിട്ട് പിന്നെ വേറൊരാൾ വന്നു, ഒരു സ്ത്രീ വന്നു, ഒരു ഷാഡോ പോലീസ് പോലത്തെ പുള്ളിക്കാരി കുറേ ചോദ്യങ്ങൾ ചോദിച്ചു, ഫാമിലിക്ക് ബാക്ക്ഗ്രൗണ്ട്. അപ്പം ഞാൻ തുടക്കത്തിൽ തന്നെ യൂട്യൂബ് ചാനൽ കാണിച്ചു കൊടുത്തു, ഇതാണെന്ന് പറഞ്ഞു. അപ്പം വളരെ ഈസി ആവും കേട്ടോ, കാര്യങ്ങൾ കുറച്ച് ഈസി ആവും. പിന്നെ അത് കഴിഞ്ഞ് ഇവർ കുറേ നേരം അവിടെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. അതിനുശേഷം വീണ്ടും വേറൊരു ഓഫീസറിന് പുള്ളിക്കാരൻ്റെ ഭയങ്കര പ്രശ്നം കേട്ടോ. പുള്ളിക്കാരൻ വന്നിട്ട് കുറേ ചോദ്യങ്ങളും കുറേ സംഭവങ്ങളും, എന്തിനും അവിടെ പോയി, ഇറാനിലുള്ള ആ സ്ഥലങ്ങൾ എന്തിനു പോയി, ഇറാഖിൽ ആ സ്ഥലങ്ങളിൽ പോയി, എന്തിനു പോയി സംഭവം എന്നൊക്കെ ചോദിച്ചു. ലാസ്റ്റ് ഞാൻ പറഞ്ഞു ഞാനിങ്ങനെ ട്രാവൽ ബേസിൽ പോയതാണ്, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എൻ്റെ ബാഗ് അവിടെ കിടക്കുകയാണ് കേട്ടോ. അപ്പോൾ ലാസ്റ്റ് അവസാനം വേറൊരു ഹെഡ് ഓഫീസർ വന്ന് പുള്ളി പറഞ്ഞു ഓക്കെ അവൻ പോട്ടെ കുഴപ്പമില്ല. എന്നിട്ടും പുള്ളി കുറേ ചോദ്യങ്ങളാട്ടോ, അയ്യോ. എന്നിട്ട് പുള്ളി എൻ്റെ അടുത്ത് ഈ സ്ഥലത്ത് പർട്ടിക്കുലറായിട്ട് പോകുന്ന ഇതിനല്ലേ. പിന്നെ ഇവർ ബേസിക്കലി കേട്ടോ നമ്മളെ പിടിച്ചാൽ ഇവർ പറയില്ല എന്തിനാണ് നിന്നെ പിടിച്ചതെന്ന് പറയില്ല. അപ്പം ഞാൻ ഇപ്രാവശ്യം ചോദിച്ചപ്പോൾ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് നല്ലപോലെ അറിയാം, എന്നെ പിടിച്ചതിൻ്റെ കാരണം എന്താണെന്ന് എനിക്ക് നല്ലപോലെ അറിയാം. അഫ്ഗാനിസ്ഥാനിൽ പോയതിൻ്റെ ഒരു ബലത്തിന് മാത്രമാണ് ഇത്രയും നാളും ഇങ്ങനെ ആക്കുന്നത്. അപ്പോൾ പിന്നെ പുള്ളിക്കാരൻ ലാസ്റ്റ് എല്ലാം കൺവിൻസ് ചെയ്തു, എല്ലാം സ്റ്റാമ്പൊക്കെ തന്നു വിട്ടു. ഏകദേശം ഒരു 20-25 മിനിറ്റ് എടുത്തു. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു പ്ലീസ് ട്രാവൽ ടു സേഫ് പ്ലേസസ് എന്ന് പറഞ്ഞു, ലോ ആൻഡ് ഓർഡറിലൊക്കെ ഇല്ലാത്ത സ്ഥലങ്ങളിൽ പോകില്ലെന്ന് പറഞ്ഞു. കുഴപ്പമില്ലായിരുന്നു. അപ്പോൾ ഇനി ഞാൻ ബാഗ് എടുത്തിട്ട് എനിക്കിനി അടുത്ത ഫ്ലൈറ്റ് ഉണ്ട് കേട്ടോ. അത് ടെർമിനൽ 1 പോയിട്ട് വേണം കേട്ടോ എനിക്ക് അടുത്ത ഇതെടുക്കാനായിട്ട്. ഞാൻ ഇനി ബാംഗ്ലൂരിൽ നിന്ന് നമ്മുടെ കെമ്പഗോഡയിൽ നിന്ന് മാംഗ്ലൂരിലോട്ടാണ് പോകുന്നത്. എൻ്റെ ബാഗ് ഇവിടെ വന്നില്ലേ. അപ്പോൾ എൻ്റെ ബാഗ് ഇതുകൊണ്ട് അവിടെ നിന്ന് വരുക. നമ്മുടെ ഇൻ്റർനാഷണൽ ഫ്ലൈറ്റ് നേരെ ഒരു കണക്ഷൻ ബസ് വഴി ഇവിടുത്തെ ഒരു ഡൊമസ്റ്റിക് ടെർമിനലിലോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് വേണം അടുത്ത വണ്ടി കയറി ഹായ് പറയുന്നോ. എന്തുണ്ട് വിശേഷം? പറ സുഖമല്ലേ? എന്നിട്ട് എവിടെയാ സ്ഥലം? അവൻ 2 വർഷത്തിന് ശേഷം വീട്ടിൽ പോവാണല്ലേ. മുട്ടായൊക്കെ വാങ്ങിച്ചോ വീട്ടിലത്തേക്ക്? അങ്ങനെ പ്രവാസ ജീവിതം കഴിഞ്ഞ് പോവാണ്. നമ്മുടെ മറ്റൊരു വീഡിയോ കാണുന്ന മറ്റൊരു എന്താ പറയുക സബ്സ്ക്രൈബറിനെ കണ്ടിട്ടുണ്ട്. എന്താ സുഖമല്ലേ? ഖത്തറിലാണല്ലേ?
ഏകദേശം എൻ്റെ പ്രായത്തിന് മേലെ ഖത്തറിലാണ് കേട്ടോ. 27 വർഷമായിട്ട് ഖത്തറിലാണ്. പിന്നെ 2 വർഷമായിട്ട് രണ്ടുപേരെ കണ്ടു കേട്ടോ. കുറേ നാള് നിന്നാളും ഇപ്പോഴായിട്ട് 2 വർഷമായിട്ട് പോയിട്ട് വന്നു. എന്തായാലും കണ്ടതിൽ സന്തോഷം കേട്ടോ. കണ്ടതിൽ വളരെ സന്തോഷം. ഇവർ ഫാമിലി ആയിട്ട് എൻ്റെ വീഡിയോ കാണുന്നതാണ് കേട്ടോ. ഇന്നത്തെ വീഡിയോ കൂടെ കണ്ടേ ഉള്ളൂ. അപ്പോൾ എൻ്റെ കുറ്റമൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ പല ആളുകൾക്കും കുറ്റം പറയാൻ കാണും കേട്ടോ. അതിൽ ഞാൻ ക്ഷമ വഹിക്കണം അല്ലേ? അല്ല കുറ്റമല്ല, അവർക്ക് എന്താ പറയുക, ഇഷ്ടമുള്ളത് കൊണ്ട് തെറ്റായി. അതെ സോറി, കുറ്റമല്ല കേട്ടോ. ഞാൻ അങ്ങനെയല്ല ഒത്തിരി കുറ്റമല്ല. അതായത് ഇപ്പോൾ ഞാനായാലും ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരാൾ നമുക്ക് തെറ്റായിട്ട് തോന്നുമ്പോൾ കാണുന്ന ആ ഒരു സജഷൻ അത് തന്നെയാണ്. അപ്പോൾ അതിൽ ക്ഷമ വഹിക്കുകയാണ്. പിന്നെ ഞാൻ മാംഗ്ലൂരിലോട്ട്, അദ്ദേഹം കണ്ണൂർ, അവനും എൻ്റെ അവിടെ മാംഗ്ലൂരാണ് കേട്ടോ. നമുക്കിവിടെ ഡിജി യാത്ര എന്ന് പറഞ്ഞ ഒരു രജിസ്ട്രേഷൻ സോണുണ്ട്. ഇവിടെ നമ്മൾ ഫേസ് സ്കാൻ ചെയ്തിട്ട് പോയാൽ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് പോകാൻ പറ്റും കേട്ടോ. ഇതിലിവിടെ നമുക്ക് ഡിജി യാത്രയുടെ എൻട്രി ഉണ്ട്. പിന്നെ അല്ലെങ്കിൽ അവിടെ നിന്ന് ക്യൂ നിന്നിട്ട് അവർ ചെക്ക് ചെയ്തിട്ട് മാത്രമേ വിടുള്ളൂ. ജസ്റ്റ് നമ്മുടെ ബോർഡിംഗ് പാസ് വെച്ചാൽ മാത്രം മതി കേട്ടോ. ബാക്കി പിന്നെ അവർ ഫേസ് സ്കാൻ ചെയ്യും, അത്രയേ ഉള്ളൂ പരിപാടി. പ്ലീസ് വെയിറ്റ്. നമ്മളിവിടെ വന്നിട്ട് എയർപോർട്ടിൻ്റെ അകത്ത് കയറുന്നതിന് മുമ്പ് ഒരു ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. താങ്ക് യു കേട്ടോ, ചായ ഓഫർ ചെയ്തതിൽ. എൻ്റെ ഓഫർ അക്സെപ്റ്റ് ചെയ്യുന്നില്ല കേട്ടോ. അങ്ങനെ അദ്ദേഹം തന്നെ ഒരു കോഫിയൊക്കെ വാങ്ങിച്ചു തന്നു. നമ്മൾ ഇനി കുറച്ച് കഴിയുമ്പോൾ കയറും. എന്നിട്ട് ഞാൻ മാംഗ്ലൂർ എയർപോർട്ടിൽ പോയിട്ട് ഉടുപ്പിയിൽ എങ്ങനെയെങ്കിലും പോകണം. ഉടുപ്പിയിൽ എൻ്റെ ഫ്രണ്ട് വല്ലതും പിക്ക് ചെയ്യാൻ വരും. അതാണ് കേട്ടോ പ്ലാന്. എന്നിട്ട് ഉടുപ്പിയിലെ പ്ലാൻ എന്ന് പറയുമ്പോൾ എൻ്റെ കോളേജിൽ പഠിച്ച എൻ്റെ ഫ്രണ്ടിൻ്റെ റിസപ്ഷനാണ് കേട്ടോ. അപ്പോൾ അത് അറ്റൻഡ് ചെയ്യാനാണ് ഞാൻ ഫ്ലൈറ്റ് എടുത്ത് നേരെ അങ്ങോട്ട് പോകുന്നത്, നാട്ടിൽ പോകാത്തത്. എല്ലാം കഴിഞ്ഞു. നമ്മുടെ കണ്ണൂരിൽ നിന്ന് ബാംഗ്ലൂരോട്ട് പോകാനുള്ള നമ്മുടെ വിമാനത്തിൽ കയറാനായിട്ട് ബോർഡിംഗ് പോയിന്റിലോട്ട് ഇവിടെ നിൽക്കുകയാണ്. ബോർഡിംഗ് ഗേറ്റിൽ ഇവിടെ നിൽക്കുകയാണ്. ഇനി അടുത്ത ഇൻഡിഗോ വിമാനം എടുത്ത് ഈ കാണുന്ന വിമാനത്തിലാണ് കേട്ടോ നമ്മുടെ മാംഗ്ലൂരിലോട്ട് പോകുന്നത്. ധാരാളം ഇൻഡിഗോയും നമ്മുടെ ഗോ എയറൊക്കെ ഇവിടെ നിർത്തിയിട്ടിരിക്കുന്ന കാഴ്ചയാണ്. നല്ല രസമുണ്ട് കേട്ടോ ഇത് കാണാനായിട്ട്. ഇതുണ്ടല്ലേ മറ്റേ ഇവരുടെ ആ ഒരു സംഭവം ഓയിൽ പേപ്പർ വെച്ചിട്ട് അടച്ചിട്ടൊക്കെയാണ്. ഫൈനലി നമ്മുടെ മാംഗ്ലൂർ വിമാനത്താവളത്തിലോട്ട് വന്നിട്ടുണ്ട്. ഞാൻ ഫുൾ ഉറക്കമായിരുന്നു കേട്ടോ. ഈ ഒരു യാത്ര മുഴുവൻ ഉറങ്ങിയാണ് കിടന്നത്. ഞാൻ ഇനി ബസ് പിടിക്കണം, നേരെ ഉടുപ്പിയിലോട്ട് പോകണം. അവസാനം എൻ്റെ ബാഗും വന്നു. അങ്ങനെ മാംഗ്ലൂർ ഇൻ്റർനാഷണൽ വിമാനത്താവളത്തിൻ്റെ പുറത്തോട്ട് വന്നിട്ടുണ്ട്. എയർപോർട്ടിൽ നിന്ന് ഞാനിവിടുത്തെ മാംഗ്ലൂരിലെ സ്റ്റേറ്റ് ബാങ്ക് ബസ് സ്റ്റാൻഡിലോട്ട് എത്തിയിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഉടുപ്പിയിലോട്ട് ബസ് എടുക്കുകയാണ്. ഇതിനിടയിൽ മറ്റേ പയ്യല്ല, അവൻ്റെ കുടുംബം അവനെ വിളിക്കാൻ വേണ്ടി വന്നു കേട്ടോ. അപ്പോൾ അവരെന്നെ ബസ് സ്റ്റാൻഡിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് ഡ്രോപ്പ് ചെയ്തു. പിന്നെ വേറൊരു ബസ് എടുത്ത് ബസ് സ്റ്റാൻഡിൽ വന്നു. ഈ ബസ് എടുത്ത് ഉടുപ്പിയിലോട്ട് പോകും. അപ്പോൾ നല്ല തളച്ച കേട്ടോ. ഭക്ഷണമൊന്നും കഴിച്ചില്ല, നല്ല തളച്ച. അങ്ങനെ നമ്മുടെ ബസ് സ്റ്റേഷൻ വിട്ട് നമ്മുടെ ബസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ എൻ്റെ പുതിയാപ്പിള അല്ല, കല്യാണം കഴിഞ്ഞ കേട്ടോ. സ്റ്റാറിനെ കല്യാണം കഴിഞ്ഞ് ഇപ്പൊ കുറേ സ്റ്റാറില്ലല്ലോ, സിംഗിൾ സ്റ്റാറിലല്ല അല്ലേ? സ്റ്റാർ പിന്നെ ഹാർലി ഡേവിഡ്സണിലൊക്കെയാണ് കേട്ടോ വിളിക്കാൻ വേണ്ടി വന്നത്. ചെറുക്കൻ്റെ കല്യാണമൊക്കെ കഴിഞ്ഞു. കല്യാണം ഏകദേശം കല്യാണം കഴിഞ്ഞ് റിസപ്ഷൻ 1 മാസം കഴിഞ്ഞിട്ടാണ് കേട്ടോ. അപ്പോൾ റിസപ്ഷന് വേണ്ടിയാണ് ഞാൻ വന്നത്. കല്യാണം മൈസൂർ വെച്ചായിരുന്നു കേട്ടോ. അങ്ങനെ സ്റ്റാറിൻ്റെ വീട്ടിലോട്ട് വന്നു. ഏകദേശം ഞാൻ 2 പ്രാവശ്യം വന്നിട്ടുണ്ട്. 2 പ്രാവശ്യം അല്ലേടാ? ലാസ്റ്റ് വന്നത് 1 വർഷത്തിന് മുന്നെയാ. 1 വർഷമല്ല, 6 മാസം 7 മാസത്തിന് മുന്നേ ഓഗസ്റ്റിന് വന്നു. ഓഗസ്റ്റിന് മുന്നേ വന്നത് 4-5 വർഷം മുന്നേ അല്ലേ? അതാണ് കേട്ടോ. അങ്ങനെ ഞാൻ മാത്രമല്ല, എൻ്റെ കുറച്ച് വേറെ സുഹൃത്തുക്കൾ ഇവിടെ ഓൾറെഡി പ്രസന്റ് ആണ്. എന്റെ അമ്മ ഇവിടെ ഫുള്ള് അലങ്കരിച്ച് അടിപൊളിയാക്കിയല്ലോ സ്റ്റാറിനെ. എന്റെ അമ്മ ലെവലാണല്ലോ. വീടൊക്കെ അടിച്ച് പൊളിച്ചതാ. ഇവിടെ കുറെ ആൾക്കാരുണ്ടല്ലോ സ്റ്റാറിനെ. അങ്ങനെ സ്റ്റാറിന്റെ വീട്ടിൽ വന്ന് കുളിച്ച് റെഡിയായി. ഇതാണ് കേട്ടോ സ്റ്റാറിനെ ഹായ് പറയാടാ. ഇത് നമ്മുടെ റോഹൻ ഫ്രം ബീഹാർ. ഹൗ ആർ യു മാൻ? ഇതാണ് കേട്ടോ നമ്മുടെ ഗുജറാത്തിൽ പഠിച്ചാണ്. പിന്നെ റോഹന്റെ ഉച്ച ചങ്കായിട്ടുള്ള റോഹനും ജോബിനും ചങ്ങാണ് അല്ലേ? നീ UK പോയിട്ട് ആള് മാറിയോന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട് ജോബിനെ. UK കേട്ടോ. UK അറിയാന്നുള്ള ആരെങ്കിലും ഇവനെ കാണണമെങ്കിൽ ഒന്നുമില്ല. ജോബിന് മുഖം മാറ്ററാ. ഇതെല്ലാം നമ്മൾ കോളേജിൽ ഒരുമിച്ച് പഠിച്ചാണ് കേട്ടോ. ജോബിൻ MBA, റോഹ MBA, സ്റ്റാർവിൻ
എൻവയോൺമെന്റ് സിവിൽ എഞ്ചിനീയറിംഗ്, ഞാൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, കെമിക്കൽ എഞ്ചിനീയറിംഗ്, കെമിക്കൽ. അതെ 4 മാസം വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതാണ്ടാ ഇപ്പൊ PT മാഷാണ് കേട്ടോ. ഇപ്പൊ PT മാഷാണ്. ഇത് ജയ്ഷു തൃശ്ശൂർകാരൻ, ഇത് വൈഷ്ണവ് തൃശ്ശൂർകാരൻ. നിന്നെ ഞാൻ കാണിച്ചിട്ടുണ്ടല്ലോ ഏതൊക്കെ വീഡിയോയിലോ, നിന്നെ കാണിച്ചിട്ടുണ്ടോ? അപ്പൊ വീണ്ടും ഞാൻ കാണിക്കുവാണ്. ഇതാണ് കേട്ടോ അതാണ്ട് സ്റ്റാർവിന്റെ വിളയെല്ലാം വൃത്തിയാക്കിയിട്ടതുകൊണ്ട് അവിടെ വലിയ പന്തലിട്ടൊക്കെയാണ് കേട്ടോ. എന്റെ അമ്മോ അടിപൊളി കേട്ടോ. നമുക്കിനി മാന്യനായിട്ട് നിന്നെടുക്കണം അല്ലേ? UK എന്തുകൊണ്ടോ നമുക്ക് പറയാടാ. 5 ലിറ്റർ സ്കോച്ച് വിസ്കി ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഒക്കെ നാട്ടില് ഫ്രണ്ട്സിന് കൊടുത്ത് പോന്നിക്കാ. 5 ലിറ്റർ ഉള്ളവർക്ക് എടാ ഇവൻ ഇവിടുന്ന് പോയപ്പോ തൊട്ട് മെസ്സേജ് അയക്കാത്ത ഫ്രണ്ട്സാ. ഇവര് 5 ലിറ്റർ കൊണ്ടുവരുന്നുള്ള കാര്യം അറിഞ്ഞപ്പോ വീട്ടിലെത്തിയ പിന്നെ മെസ്സേജ് നീ വന്നോ. കൊല്ലം ഏത് കൊല്ലത്തുള്ള നമ്മളൊന്ന് പുറത്തോട്ട് ഇറങ്ങിയിട്ടുണ്ട്. ചൂടായോണ്ട് ഇവിടെയാണ് കേട്ടോ നമ്മൾ ഉച്ചയ്ക്ക് ഇതാണ്ട് ഇവിടെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോവാണ്. ആന്റി എന്തുണ്ട് വിശേഷം? ലോങ് ടൈം. വല്ലോ പറ എന്ത് വിശേഷാക്ക? ഇതാണ് കേട്ടോ സ്റ്റാർവിന്റെ അമ്മയാണ്. എന്തൊക്കെയുണ്ട് വിശേഷം? മോനെ കല്യാണം കഴിപ്പിച്ചല്ലേ? ചെറിയ അല്ല വലിയ കല്യാണമായിരുന്നു. അടിപൊളി കല്യാണമായിരുന്നു കേട്ടോ. അപ്പൊ അതാണ്ട് ഇവിടെ നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോവാണ്. നമ്മുടെ ചോറ്, മീൻകറി, ചിക്കൻ എന്തൊക്കെയോ ഉണ്ട് കേട്ടോ. മാങ്ങാക്കറി അല്ലേ? ഇത് മാങ്ങാക്കറി അല്ലേ? മാങ്ങാക്കറി. നമ്മൾ ഒന്ന് പൂളിലോട്ട് പോകാൻ വേണ്ടി ഇറങ്ങിയതാണ്. സ്റ്റാർവിന്റെ വീട്ടിലോട്ടുള്ള വിള മുഴുവൻ ഇതാണ്ട് ഇവിടെ വേറ്റു റിസപ്ഷൻ എന്ന് പറഞ്ഞ് ഇതാണ് കേട്ടോ. സ്റ്റാർവിന്റെ കല്യാണം കഴിച്ച പെൺകുട്ടിയാണ് ഈ കാണുന്നത്. ഇത് കൃതികയും ഇത് സ്റ്റാർവിനും. സ്റ്റാർവിൻ പണ്ട് സ്കൂളിൽ നമുക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റൂല അല്ലെ? സ്റ്റാർവിൻ പ്രണയിച്ചു എന്ന് പറയുമ്പോ സിംഗിൾ സ്റ്റാർവിൻ ഗോട്ട് മാരീഡ്. അതെ. അയ്യോ എന്റെ റൂംമേറ്റ് ആയിരുന്നു കേട്ടോ സ്റ്റാർവിൻ പ്രണയിക്കോ? ഞാൻ ഇന്ന് വരെ ബസ്സിൽ ഇരുന്ന് ആലോചിച്ചു ഇവൻ എങ്ങനെയാ പ്രണയിച്ച കല്യാണം കഴിച്ചത്. സ്റ്റാർവിൻ വേറെ മൂഡായിരുന്നു കേട്ടോ. ഇവൻ പറയാതെ സ്റ്റാർവിൻ കൊണ്ടുവരാൻ നിനക്ക്. ഇവിടെ നമ്മുടെ ബീഹാറിൽ നിന്നൊക്കെ നമ്മുടെ താബിഷ് ബ്രോ എന്നിട്ടുണ്ട്. താബിഷ് ബ്രോ, how are you doing? I am good, and we are here for the reception of Starvin and Krutika, and we are enjoying. We are going to have fun in the pool. Yes. We will meet in the pool. And Rohan from Bihar. And Jobin Raju from Kollam. UK ആണ് കേട്ടോ. അവൻ ആകെ കൊല്ലത്ത് അല്ല സോറി UK പഠിക്കാൻ പോയിട്ട് 1.5-2 വർഷം ആയുള്ളൂ. വേറെ സ്റ്റാർവിന്റെ അങ്കിള് ചോദിക്കുമായിരുന്നു നീ എവിടെ നിന്നാണ്. അപ്പം പറയല്ലേ അതിനാൽ കൊല്ലത്ത് നിന്നും ഹാഫ് പ്യൂർ ബ്രിട്ടീഷുകാരനാണ്. നമ്മളിപ്പോ പൊയ്ക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ഇവിടത്തെ ഡീം ഫോറസ്റ്റ് ഏരിയയിലോട്ടാണ് കേട്ടോ. അതായത് ഹണ്ടിക്കൽ അല്ലേ? ഹണ്ടിക്കൽ ഭാഗമാണ് കേട്ടോ. നമ്മുടെ ഹെബ്രി റൂട്ടാണ്. ഇവിടെ ഫുള്ള് കാടൊക്കെയാണ് കേട്ടോ സംഭവം. നല്ല രസമുള്ള ഏരിയാസ് ആണ് കേട്ടോ. ഇവിടെ ഫുള്ള് ഹരിതാപകരവും പച്ചപ്പും. ഫുൾ അക്കേഷ്യയാണ് കേട്ടോ. ഫുൾ അക്കേഷ്യയുടെ കാടാണ്. നല്ല രസമുണ്ട്. അവിടെയാണ് കേട്ടോ നമ്മുടെ യു ഷേപ്പിലുള്ള സീതാ നദി. ഇവിടെ നമ്മുടെ സീതാ നദിയാണ് കേട്ടോ. അടിപൊളി കേട്ടോ. സ്റ്റാർവിനെ നിങ്ങൾ ഏത് നാളിലാണ് ഇവിടെ വന്നേ കർണാടകയിലോട്ട്? 1990s. നിന്റെ പപ്പയും പപ്പയുടെ കുടുംബം മുഴുവൻ കർഷക ആവശ്യത്തിന് വേണ്ടി വന്നത്. എന്നിട്ട് കൂടുതൽ എന്താ ഓർമ്മയുണ്ടോ? ഞാൻ നിന്റെ അരക്ക് വാങ്ങിച്ച് ബിസിനസ് നടത്താൻ വേണ്ടി പോയത്. ഒരു ദിവസം ഞാൻ സ്റ്റാർവിന്റെ അരക്കൊക്കെ ഹോൾസെയിൽ എടുത്ത് ഗുജറാത്തിൽ ബിസിനസ് നടത്താനൊക്കെ ആലോചിച്ചാടാ. പിന്നെ സ്റ്റാർവി എനിക്ക് തന്നില്ല. പൈസ അഡ്വാൻസ് കൊടുക്കാതെ തരൂലെന്ന് പറഞ്ഞു. പിന്നല്ലാണ്ട് കണ്ടില്ല. ഫ്രണ്ട്ഷിപ്പും ഇതൊക്കെ ബിസിനസ്സിനും അപ്പുറത്ത്. എന്റെ അന്ന് സ്റ്റാർവി എനിക്ക് അടയ്ക്ക് കടം തന്നിരുന്നെങ്കിൽ ഞാൻ ഇന്ന് ഏതെങ്കിലും കോടീശ്വരനായനാ. പക്ഷെ അന്ന് സ്റ്റാർവി തന്നില്ല. അതുകൊണ്ട് ഞാൻ ഒരു ബ്ലോഗറായല്ല ഇപ്പൊ. സുപ്പാരി ആക്കിയിട്ട് ഇത് ആക്ച്വലി അടയ്ക്ക. പിന്നെ ഇതിന്റെ അടയ്ക്കയുടെ കുറെ സാധനങ്ങളുണ്ട് എടാ. അത് അടയ്ക്ക കുരുമുളക് ഇങ്ങനെ കുറെ സാധനങ്ങളുണ്ട് കേട്ടോ. ജാതിക്ക അതൊക്കെയാണ് കേട്ടോ ഇവരുടെ പ്രധാന ഇത്. കൂടുതൽ ഏതാ ഉള്ളത്? പക്ഷെ കൂടുതൽ അടയ്ക്കല്ലേ? അടയ്ക്കലല്ലേ കൂടുതലായിട്ട് നമ്മളെല്ലാരും ഇനി ഇതാ കുളിക്കാൻ വേണ്ടി പോവാണ്. താബീഷ്, how are you feeling? You want to join with me? Yeah, let's go. Where? Inside or outside?
No, you want to join with me for traveling? അവിടെ വെള്ളത്തിൽ ഒരാൾ ചാടിയിട്ടുണ്ട് കേട്ടോ ഓൾറെഡി. നീ കിടിലല്ലേടാ. നമ്മളങ്ങനെ പൂളിൽ നീരാടിക്ക് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. റോഹൻ ബ്രോ, ഹൗ ആർ യു ഫീലിംഗ്? റോഹൻ ബ്രോ ബീഹാറിൽ നിന്ന് വന്ന ഇതിനു വേണ്ടിയാണ് കേട്ടോ. വെള്ളത്തിൽ കിടന്ന് വെള്ളം കുടിക്കാൻ വേണ്ടി വന്നതാണ്. ഇവര് കാണുന്ന ഒന്നും ആരും ചെയ്യരുത് കേട്ടോ. അത്രേ ഉള്ളൂ എനിക്ക് പറയാനായിട്ട്. അല്ലടാ ചോബി വീഡിയോ എടുക്കുന്നോണ്ട് മാറിയിരിക്കുകയാണ് കേട്ടോ. കാരണം നാട്ടിൽ വീഡിയോ പോകുന്ന അറിയാം കേട്ടോ. വെറും മാലിനായിട്ട് അഭിനയിക്കണതുണ്ട്. ടോപ്പിക് ചേഞ്ച്. വിവാഹ മാർക്കറ്റ്. ജോബി UK പോയിട്ട് പാർട്ട് ടൈം ജോലി ചെയ്ത് 40 ലക്ഷം രൂപയുടെ വീടാണ് കേട്ടോ വെച്ചത്. ജോബി രാവിലെ തൊട്ടേ പറഞ്ഞു നടക്കുമായിരുന്നു. അതെ, ഇപ്പൊ അവൻ മലയാളി പോലും അല്ല, ഹാഫ് ഇന്ത്യൻ ഹാഫ് ബ്രിട്ടീഷ് ആണ് കേട്ടോ. ജോബി ആ മുഖം ഒന്ന് കാണിക്കൂ. ജോബി ഊക്ക് വാങ്ങാൻ വേണ്ടി UK വന്നവരാ. Hi guys, we are going to play volleyball. Let's watch. നമ്മൾ നീരാടി ഇവിടുത്തെ പപ്പയ്ക്കയും പറിച്ചു. ഏത് പപ്പയ്ക്ക? നിനക്ക് വെള്ളം ഫുള്ള് കാലിയാക്കണോ? ഫുള്ള് പപ്പയ്ക്ക എല്ലാം ഉള്ളതുകൊണ്ട് കൊള്ളാം, നല്ല രസമുണ്ട് കേട്ടോ. പപ്പയ്ക്കയും പറിച്ച് ഇനി പപ്പയ്ക്ക കഴിക്കാൻ വേണ്ടി പോവാണ്. കുളിച്ച് ഫ്രഷായി. എനിക്കൊന്നും ഡ്രസ്സില്ലായിരുന്നു കേട്ടോ. ഞാൻ കണ്ടവരുടെ ഡ്രസ്സാണ് ഇട്ടേക്കുന്നത്. ഇത് നമ്മുടെ ജയ്ഷുവിൻ്റെ പാൻറ്, ഇത് നമ്മുടെ ബീഹാരി പുള്ളിയുടെ ഷർട്ട്, നമ്മുടെ റോഹൻ്റെ ഷർട്ട്. ഞാൻ ഡ്രസ്സൊന്നും കൊണ്ടുവന്നില്ല കേട്ടോ, എല്ലാം പെട്ടെന്നായിരുന്നു. ജോമിനൊക്കെ ഇവിടെ അടിപൊളിയായിട്ട് സിനിമ നടന്ന പോലെ ഇരിക്കുന്ന കേട്ടോ. ആ, നീ സൂപ്പർ സ്റ്റാർ അല്ലേടാ. വൈഷ്ണവ് കൊറിയൻ പോയി. നമ്മള് വീട്ടിലെത്തിയപ്പോഴേക്കും അടിപൊളി കേട്ടോ. എൻ്റെ അമ്മ. നമ്മുടെ ഗസ്റ്റുകളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ നമ്മുടെ വൈകുന്നേരം ആയപ്പോൾ വീടൊക്കെ ഉണർന്നു കേട്ടോ. ഫുൾ ആൾക്കാരും കണ്ട്. ഇവിടെ ഭക്ഷണത്തിൻ്റെ സംഭവങ്ങൾ. ഇവിടെ എൻ്റെ അമ്മ ഇവിടെയാണ് കേട്ടോ നമ്മുടെ ഗ്രൂമും ബ്രൈഡൊക്കെ ഇരിക്കുന്നത്. അടിപൊളി കേട്ടോ. പിന്നെ മാഹിൻ കൂടി തുടങ്ങിയാൽ ഞാൻ കൂടി തുടങ്ങുന്ന. നമ്മുടെ കല്യാണം അതിഗംഭീരമായിട്ട് നടക്കുവാണ്. സ്റ്റാർവിൻ കൃതിക അവിടെ എന്തോ പ്രാർത്ഥന എന്തോ നടക്കുവാണ് കേട്ടോ. അടിപൊളിയാണല്ലോ. What do you want to say? And most beautiful. Okay. ಒಮ್ಮೆ ಜೋರಾದ ಚಪ್ಪಾಳೆ ಬರಲಿ. ವೆಲ್ಕಮ್ ಕೃತಿಕಾಸ್ ಪೇರೆಂಟ್ಸ್. സ്റ്റാർവിനെയും കൃതികയും ഒന്നിപ്പിച്ച ഈ സമയത്ത് അവരുടെ ജീവിതം മനോഹരമാകാനായിട്ടും അവരുടെ ജീവിതം ദൈവത്തിനും മനുഷ്യരുടെ ഇടയിലും വളരെയധികം ഫലങ്ങൾ പുറപ്പെടുവിക്കാനായിട്ട് ആശംസിക്കാനായിട്ട് വന്നിരിക്കുന്ന നമുക്ക് എല്ലാവർക്കും സകലത്തിനെ സർവേശ്വരനായ ദൈവത്തോട് പ്രാർത്ഥിക്കാനായിട്ട് ഒരു നിമിഷം എഴുന്നേറ്റ് നിൽക്കാം. മനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ഈ ദമ്പതികളിലൂടെയും ഇവരായിരിക്കുന്ന എല്ലാ പ്രവർത്തന മേഖലകളിലൂടെയും ആയി തീരണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഈ നിമിഷം ഒരിക്കൽ കൂടി once more we will pray that these couples will lead a life of success in every aspect without falling into any trap of the world but with the grace our Father who art in heaven. ഈ പ്രകാശം പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യമാണ്. ഇവരുടെ ജീവിതത്തിലുടനീളം എല്ലാ കാര്യങ്ങളിലും പ്രായോഗിക തലങ്ങളിലെല്ലാം പ്രതിസന്ധികൾ നേരിടുമ്പോൾ ഈ പ്രകാശം ഇവരെ നയിക്കട്ടെ. ഒരിക്കലും ഇവിടെ ജീവിതം അന്ധകാരത്തിലാകാതിരിക്കാനായിട്ട് പരിശുദ്ധാത്മാവിന്റെ പ്രകാശം ഇവരെ നയിക്കട്ടെ. And sing 4 lines.
പരിശുദ്ധാത്മാവേ നീ എഴുന്നള്ളി വരണമേ എൻ്റെ ഹൃദയത്തിൽ. ദിവ്യദാനങ്ങൾ ചിന്തി എന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ. everybody together once more. പരിശുദ്ധാത്മാവേ നീ എഴുന്നള്ളി വരണമേ എൻ്റെ ഹൃദയത്തിൽ. ദിവ്യദാനങ്ങൾ ചിന്തി എന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ. All the best. Congratulations. Thank you, sir. Please put your hands together for Kritika and Savi. Thank you. So please come forward for the cake cutting. Couples. Okay? 3, 2, and go. ಒಮ್ಮೆ ಜೋರಾದ ಚಪ್ಪಾಳೆ ಬರಬೇಕು. ಕೇಕ್ ಕತ್ತರಿಸುವ ಮೂಲಕ ತಮ್ಮ ಸಂತೋಷದ ದಿನವನ್ನು ಆಚರಿಸಿಕೊಳ್ತಿದ್ದಾರೆ ಕೃತಿಕಾ ಅಂಡ್ ಸಾವಿನ್. ശർക്കര മണ്ണിന് മധുരം വെക്കട്ടെ. ശർക്കര മണ്ണിന് മധുരം വെക്കട്ടെ. ಸಂಧ್ಯಾ ಟೈಮಿಗೆ ಸಣ್ಣದಾಗಿ ಮಳೆ ಬಂದಿದೆ, ಆದರೂ ಸ್ವಲ್ಪ ತೊಂದರೆವಾಗಿದೆ ಎಲ್ಲರಿಗೂ. ಸ್ವಲ್ಪ ಲೇಟ್ ಆಯಿತು ನಮ್ಮದು ಸ್ಟಾರ್ಟು ಮಾಡೋಕೆ. ಎಲ್ಲರಿಗೂ ಫಸ್ಟೇ ಒಂದು ಕ್ಷಮೆ ಕೇಳಿಸ್ತೇನೆ. ಮತ್ತು ಎಲ್ಲರಿಗೂ ಬಂದಿದ್ದಕ್ಕೂ ನಮಗೂ ತುಂಬ ಸಂತೋಷವಾಗಿದೆ. ತುಂಬುದು ಹೃದಯದಿಂದ ಎಲ್ಲರನ್ನೂ ಇದಕ್ಕೆ ಸ್ವಾಗತಿಸುತ್ತಿದ್ದೇನೆ. ಓಕೆ, ಇಷ್ಟೇ. Thanks a lot. Who talk a lot on a call? ಯಾರು ಜಾಸ್ತಿ ಫೋನಲ್ಲಿ ಮಾತಾಡ್ತಾರೆ? Who? Savin. How you proposed her? With the chocolate. I'm not getting right now. Okay, ಪ್ರಪೋಸ್ ಮಾಡಿ ಇವನೇ ಫಸ್ಟ್ ಅಂತ. ಆದ್ರೆ ಇವಾಗ ಹೇಳಲಿಕ್ಕೆ ಸ್ವಲ್ಪ ನರ್ವಸ್ ಆಗ್ತಿದೆ. ಸೊ ಟರ್ನ್. I love you, Kritika. Will you marry me? And you agree? Actually, this is the first time he's proposing me like in person. Everything happened through text. Thanks to WhatsApp or Instagram. WhatsApp, okay. We'll continue. മോഹിപ്പിക്കും പെണ്ണാണേ മണിവാനത്താരം പെണ്ണിൻ വെയിൽ മിന്നാണേ താരശം പൊഴിക്കുന്ന ഗസൽ പോലെ അഴകേറും വെൺപാറേ കറുപ്പുച്ചെടിയിൽ കസവുണ്ട് നെഞ്ചിൽ മഞ്ചിൽ വിടരുണ്ട് സ്വപ്നം കാണാൻ പച്ചക്കിളിക്കൊരുക്കൂട് പച്ചക്കറി വഴിയുള്ള കൂട് ആ പച്ചക്കിളിക്കൊരുക്കൂട് पचकरी बड़ी उलकूड़ लाई तेरे लिए दुनिया से नजरें चुरा के पीछे हुआ मेरे खाई 1 2 3 4 get on the dance floor 1 2 3 4 get on the dance floor do the shit yeah
कमी है इसमें. Last जो pose किया, in the last pose something is missing. Listening to our favorite song when you said you looked at me, darling, you look perfect tonight. Done. Please be. കല്യാണം അടിച്ചു പൊളിച്ചു. ഞാനും ഡാൻസ് കളിക്കാനൊന്നും പോയില്ല. പിന്നെ ലാസ്റ്റ് ഞാൻ പുറകിൽ പോയി കളിച്ചു. നാണം കെട്ട് ഇവന്മാരാണ് കളറാക്കിയത് കേട്ടോ. സ്റ്റാർവിന്റെ ചുംബനമൊക്കെ കളറാക്കി നമ്മൾ ഭക്ഷണം കഴിക്കുകയാണ് കേട്ടോ. നീർദോശയും എന്ത് പറയാവുന്ന പ്രോൺസ് കറി, ചിക്കൻ കോളിക്കറി. പ്രോൺസ് കറി നോക്കട്ടെ. ഇത് പ്രോൺസാ. കൊള്ളാം കേട്ടോ. എല്ലാ കല്യാണത്തിലും അവസാന ആളുകൾ കഴിക്കുമ്പോൾ ഫുഡ് കഴിയൂലേ, അതുപോലെ ഇവിടെ ചിക്കൻ തീർന്നു തോന്നുന്നു. ചിക്കൻ പരിചയം തീർന്നു. വള്ളത്തിന്റെ കുറ്റം പറയണോ? എന്റെ സ്റ്റാറിന്റെ കല്യാണത്തിന് തിന്നും പോരാ, അതിന് കുറ്റം പറയാൻ വേണ്ടപ്പോരത്തോരെ കല്യാണത്തിനല്ലേ കുറ്റം പറയാൻ പറ്റുള്ളൂ അല്ലേ? ചിക്കൻ പരിചയം കിട്ടിയില്ലല്ലോ. പ്രോൺസ് എടുത്തോ. അവിടെ താട്ടെ വീണ്ടും പൂരപ്പുറമാണല്ലോ. ഡാൻസ് കളിച്ചോ നിങ്ങളെ? ഡാൻസ് കളിച്ചോ? ഒരു ബർത്ത്ഡേ പരിപാടിയാണ്. അടുത്ത ദിവസം രാവിലെയായി. സത്യം പറഞ്ഞാൽ ഇന്നലെ ഭയങ്കര ടയേർഡായിരുന്നു. ഇന്നലെ വന്ന് കിടന്ന് ഞാൻ രാത്രി ട്രെയിൻ എടുത്ത് നാട്ടിലോട്ട് പോയിരുന്നതാണ്. പക്ഷെ പറ്റിയില്ല കേട്ടോ, ഒട്ടും വയ്യായിരുന്നു. വന്ന് കിടന്ന് ഉടനെ എണീറ്റ്. വൈഷ്ണവ എണീറാ. വൈഷ്ണവിന് വെള്ളം ഒഴിച്ചാലേ എണീക്കുള്ളൂ കേട്ടോ. വൈഷ്ണവേ വെള്ളം ഒഴിക്കട്ടാ, വെള്ളം ഒഴിക്കട്ടാ. എണീര് വൈഷ്ണവേ. കൊള്ളാം. ഇവൻ കോളേജിൽ പഠിക്കുമ്പോഴും അങ്ങനെയാണ് കേട്ടോ. ഇവ എണീക്കൂല കേട്ടോ, ചത്തതുപോലെ ഇങ്ങനെ കിടക്കും കേട്ടോ, എത്ര വിളിച്ചാലും. രാവിലെ എണീറ്റിട്ടുണ്ട് കേട്ടോ, ഉറക്കപ്രാന്ത. നമ്മളിവിടെ വടയും ഇഡലിയും സാമ്പാർ, ബൺ, മാംഗ്ലൂർ ബൺ, എന്തോ സ്വീറ്റാണ് കേട്ടോ. ഇതെല്ലാം ഷാവിന്റെ സുഹൃത്തുക്കളാണ്. കുറേ പേരുണ്ട് കേട്ടോ, ഷാവിന്റെ കുടുംബക്കാര്, സുഹൃത്തുക്കാര്. നമ്മുടെ വീനസേ മോർണിംഗ്. വീനസ്, നമ്മള് വീനസും സ്റ്റാറിന്റെ നമ്മള് സ്റ്റാറിന്റെ കസിൻസും എല്ലാരും കൂടെ ചേർന്ന് നമ്മള് ഒരു വെള്ളച്ചാട്ടത്തിലോട്ട് പോവാണ്. അതിനോടൊപ്പം നമ്മുടെ താമസ് ബ്രോ. ഹലോ ബ്രോ. കാത്തിരിക്കുകയായിരുന്നു കേട്ടോ വീഡിയോയില് ഹലോ പറയാൻ. ജോബിൻ ഭയങ്കര മൊടയും കാണിക്കും കേട്ടോ, പക്ഷെ വീഡിയോ വരണമെന്ന് ആഗ്രഹമുണ്ട്. ഇത് നമ്മുടെ റോഹൻ ബ്രോയും താബിഷ് ബ്രോയും ഭയങ്കര ചില്ലാണ് കേട്ടോ. പിന്നെ ജേഷു ചൂട്. വൈഷ്ണവേ ആ ചെവിയിലാ നിന്റെ ഇത് കാണിച്ചു കൊടുത്തേ. ചെവിയില് 150 സ്റ്റഡ് ശൂലം കെട്ടി കിടക്കുന്ന വൈഷ്ണവ്. നല്ല മനോഹരമായിട്ടുള്ള കറക്റ്റ് നമ്മുടെ കേരളത്തിൽ കാണുന്ന പോലത്തെ വീടുകളൊക്കെയാണ് കേട്ടോ ഈ ഒരു ഭാഗത്ത്. കറക്റ്റ് നമ്മുടെ കേരളം പോലെ നമുക്ക് തോന്നും. ഉടുപ്പി ഈ ഒരു ഭാഗത്ത് തന്നെ കശുവണ്ടി ധാരാളം ഉണ്ട്. ആഫ്രിക്കയിൽ നിന്ന് വന്നിട്ട് നേരെ ഇവിടെ വന്നതും കശുവണ്ടി കാണാനാണല്ലോ. അയ്യോ പാട്ട് തീർന്നു. അങ്ങനെ കാട് കയറി കൊടിലു ഫാൾസ് എന്ന് പറയുന്ന ഒരു ഫാൾസിലോട്ടാണ് കേട്ടോ പോകുന്നത്. കുറെ വണ്ടികളൊക്കെ പോകുന്നുണ്ട് കേട്ടോ. അതാണ്ട് അവിടെ കൊടിലു തീർത്ഥ വാട്ടർഫാളിലോട്ട് നമ്മൾ വന്നിട്ടുണ്ട്. കുറേ വണ്ടികളുണ്ട് കേട്ടോ. അത്യാവശ്യം ധാരാളം ആളുകൾ വരുന്ന ഒരു പ്രദേശമാണെന്ന് തോന്നുന്നു. നമ്മുടെ കർണാടകയിലെ സോമേശ്വര വൈൽഡ് ലൈഫ് സാങ്ച്വറിയുടെ അണ്ടറിൽ വരുന്നതാണ് കേട്ടോ നമ്മുടെ ഈ ഒരു കൊടിലു വാട്ടർഫാള്. നല്ല അത്യാവശ്യം നല്ല ഡെൻസ് വനമാണ് കേട്ടോ. നല്ല രസമുണ്ട് കേട്ടോ. ഇവിടെ വരുന്ന വഴി ഒരു ചെറിയ തട്ടും അവിടെ നമുക്ക് ടിക്കറ്റ് എടുക്കണം കേട്ടോ. ഫ്രീ അല്ല, എൻട്രൻസ് ഫീ എടുത്തിട്ട് വേണം നമുക്ക് ഉള്ളിലോട്ട് കയറാനായിട്ട്. ഒരാൾക്ക് ഇന്ത്യക്കാരന് 100 രൂപയാണ് കേട്ടോ. കുട്ടികൾക്ക് 50, ഫോറിനേഴ്സിന് 400 രൂപയാണ് ഇവിടുത്തെ വില വരുന്നത്. ഡു നോട്ട് സിം എന്നൊക്കെ എഴുതിയിട്ടുണ്ട്.
നമ്മൾ ഇനി ഏകദേശം 1.5 കിലോമീറ്റർ എന്തോ ഇങ്ങനെ നടന്നു പോകണം. പ്ലാസ്റ്റിക് ഉണ്ടോ എന്ന് ബാഗ് ചെക്ക് ചെയ്യാണ് കേട്ടോ. ഗീവ് യുവർ ബാഗ് ബ്രോ, ഡോണ്ട് ചെക്ക് ഇറ്റ്. 9 മണി മുതൽ 3 മണി വരെയാണ് കേട്ടോ നമ്മുടെ ഇവിടുത്തെ എൻട്രി ടൈം. നമുക്ക് പ്ലാസ്റ്റിക് ഒന്നും കൊണ്ടുപോകാൻ പറ്റില്ല. ഇതുപോലെ ഇനി നടന്നു പോകണം. നമ്മുടെ കുടിലു ഫാൾസിലോട്ട് ഏകദേശം 1 കിലോമീറ്ററോളം ഉണ്ട് നമുക്ക് നടക്കാനായിട്ട്. അവരെല്ലാം ഓൾറെഡി നടന്നു തുടങ്ങിയിട്ടുണ്ട്. സോമേശ്വരം വൈൽഡ് ലൈഫ് സാങ്ച്വറി ആണെങ്കിലും കുതിരമുക്ക് നാഷണൽ പാർക്കിന്റെ ഉള്ളിലാണ് കേട്ടോ ഈ ഒരു സംഭവം പെടുന്നത്. അത് നല്ല രസമുണ്ട് കേട്ടോ. ഇങ്ങനെ നടന്ന് നമ്മളങ്ങനെ പുറേ പോകണം കേട്ടോ. സീറ്റോ നമ്മളങ്ങനെ നമ്മുടെ കുടിലു തീർത്ഥ വാട്ടർഫാളിന്റെ അടുത്തോട്ട് എത്തിയിട്ടുണ്ട്. എക്കോ പോലെ എൻ്റെ അമ്മോ ജനസാഗരമാണെന്ന് തോന്നുന്നു. കുറെ ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ട്. നമുക്ക് പോയി നോക്കാം. കുറെ ആളുകൾ, കൂടുതൽ കന്നഡക്കാർ തന്നെയാണ്. അവിടെ നിന്നാണ് കേട്ടോ നമ്മുടെ വെള്ളം വീഴുന്നത്. ഇതല്ലേടാ ആ കാണുന്നതാണ് നമ്മുടെ ഇവിടുത്തെ ഫാൾസ്. നമ്മൾ വിചാരിച്ച പോലെ അല്ലല്ലോ, ഭയങ്കര തിരക്കാണ്. അയ്യോ, ഇവിടെ ഫുൾ ആളുകളാണല്ലോ. ഇതെന്താടാ, ഇതെത്ര ആളുകൾ ഇവിടെ? ഇന്ന് ശനിയാഴ്ച, ഞായറാഴ്ച ആയതുകൊണ്ട് ഫുൾ ആളുകളാണ്. അവിടെ ഒരു കൂട്ടം ജനങ്ങൾ, ജനസാഗരമാണ് കേട്ടോ. എൻ്റെ അമ്മ, അവിടെ വെള്ളം വരുന്നത് ആ ഒരു ഭാഗത്തുനിന്നാ. അങ്ങ് മലമുകളിൽ വരെ അവര് ഓറഞ്ച് കൊടിയൊക്കെ അവിടെ കൊണ്ട് കുത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ചുകൂടെ ദൂരത്ത് അവിടെ ആയിട്ട് കുത്തി വെക്കേണ്ടതായിരുന്നു ആക്ച്വലി. നമ്മൾ വെള്ളത്തിലൊക്കെ ഇറങ്ങി നല്ല രസമുണ്ട് കേട്ടോ. ഇവിടെ ഇങ്ങനെ വന്നിരിക്കാനും നല്ല വൈബുള്ള ഇത്. നല്ല തണുപ്പുണ്ട് കേട്ടോ വെള്ളത്തിൽ. ആക്ച്വലി നല്ല തണുപ്പുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് ആ ഒരു ഭാഗത്ത് മുകളിലോട്ട് കയറിയിട്ട് വരാം. നമ്മുടെ കൂടെ വന്ന അവരെല്ലാം അതുകൊണ്ടേ അവിടെ ഇരിക്കുകയാണ് കേട്ടോ. അവിടെ നിന്ന് കളിച്ചോണ്ടിരിക്കുകയാണ് വെള്ളത്തിൽ. മീനസ് എന്താ ഇറങ്ങാത്തെ? മീനസ് എന്നിട്ട് ആകാശ ദൃശ്യം ഇവിടെ നിന്ന് കണ്ടോണ്ടിരിക്കുകയാണ്. ഇത് രണ്ടോമാർ അവിടെ നിന്ന് ഫോട്ടോ എടുക്കുന്നു. ഷോ കാണിക്കാൻ വേണ്ടി മദാമേരുടെ മുന്നിൽ പോയിന്ന് ഫോട്ടോ എടുക്കുകയാണ് കേട്ടോ. 2 എണ്ണം. എന്റെ കസിൻ ചേട്ടാ അളിയാ, ഷാറുവിന്റെ അളിയൻ. ഷാറുവിന്റെ അളിയ യൂട്യൂബറാണ് കേട്ടോ അല്ലേ. നമ്മള് വെള്ളത്തിലൊക്കെ ഇറങ്ങി കുളിച്ച് അടിപൊളിയായി. കണ്ടേ എന്റെ അണ്ടർവെയർ ഞാൻ ഇവിടെ ഇട്ട് ഉണക്കുവാണ് കേട്ടോ. ഇനി പോവാണ്. അയ്യോ നല്ല വിശക്കുന്നു. നമ്മള് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നതാണ്. ഹോട്ടൽ ന്യൂ ഡോൾഫിനെ കിട്ടുന്നു കേട്ടോ. ഇവിടെ എല്ലാം പെട്ടെന്നായിരുന്നു. ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് അറിയോ എന്നിട്ട് ഒരു മിനിറ്റ് ബ്രോ, ഞാൻ പോട്ടെ പിന്നെ.